ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് വേണ്ടി സർക്കാർ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം അഥവാ കോമ്പൻസേഷൻ എങ്ങനെ കണക്കാക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. പലർക്കും ഒരു സംശയം ഉണ്ടാകും. ഒരു ആർക്ക് ഇത്ര രൂപ, ഒരു സെന്റിന് ഇത്ര രൂപ എന്ന് എങ്ങനെ പറയുന്നു? ഈ കണക്കിന് പിന്നിലുള്ള നിയമം എന്താണ്? ഇതൊക്കെ നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമായി പറയണം. ഔട്ടർ റിംഗ് റോഡ് പോലുള്ള വലിയ റോഡ് പദ്ധതികൾക്ക് സ്ഥലം ഏറ്റെടുക്കുന്നത് ഇന്ത്യയിലെ ഭൂമി ഏറ്റെടുപ്പ് പുനരധിവാസ നിയമം 2013 അഥവാ LARR ആക്ട് 2013 പ്രകാരമാണ്. കേരളത്തിലും ഇതേ നിയമമാണ് പൂർണ്ണമായി പ്രയോഗിക്കുന്നത്. ഇനി കണക്കിലേക്ക് പോകാം. ആദ്യ ഘട്ടം ഭൂമിയുടെ അടിസ്ഥാന വില നിശ്ചയിക്കലാണ്. ഇതിന് സർക്കാർ 3 വിലകൾ പരിശോധിക്കും. 1. സബ് രജിസ്ട്രാർ ഓഫീസിലുള്ള ഫെയർ വാല്യൂ. 2. കഴിഞ്ഞ 3 വർഷത്തിനിടെ ആ പ്രദേശത്ത് രജിസ്റ്റർ ചെയ്ത വിൽപ്പന രേഖകളുടെ ശരാശരി വില. 3. സർക്കാർ നിശ്ചയിച്ച ഗൈഡ് ലൈൻ വില. ഈ 3 വിലകളിൽ ഏതാണോ ഏറ്റവും കൂടുതലുള്ളത് അതായിരിക്കും ഭൂമിയുടെ അടിസ്ഥാന വില. ഇനി അടുത്ത ഘട്ടം മൾട്ടിപ്ലയർ പ്രയോഗിക്കലാണ്. ഈ ഭൂമി ഗ്രാമപ്രദേശത്തിലാണോ നഗരപ്രദേശത്തിലാണോ എന്നതനുസരിച്ചാണ് മൾട്ടിപ്ലയർ നിശ്ചയിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ സാധാരണയായി ഒരു മൾട്ടിപ്ലയർ തന്നെയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ 1.5 മുതൽ 2 വരെ മൾട്ടിപ്ലയർ നൽകാറുണ്ട്. കേരളത്തിലെ ഔട്ടർ റിംഗ് റോഡ് പദ്ധതികളിൽ പല സ്ഥലങ്ങളിലും 2 എന്ന മൾട്ടിപ്ലയർ ആണ് പ്രയോഗിച്ചിട്ടുള്ളത്. അത് എന്താണെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ആർ ഭൂമിക്ക് ഫെയർ വാല്യൂ 50,000 രൂപ ആണെങ്കിൽ അത് 2 ഗുണിക്കും. അപ്പോൾ 50,000 ഗുണം 2 1,00,000 രൂപ. ഇതുവരെ ഭൂമിയുടെ അടിസ്ഥാന വില മൾട്ടിപ്ലയർ ഉപയോഗിച്ച് കണക്കാക്കിയ തുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നു. അതാണ് സോളാറ്റിയം. സോളാറ്റിയം എന്നത് ഭൂമി നഷ്ടപ്പെടുന്നതിന് സർക്കാർ നൽകുന്ന ആശ്വാസ തുകയാണ്. നിയമപ്രകാരം ഇത് 100% നിർബന്ധമായും നൽകണം. അതായത് 1,00,000 രൂപയുടെ 100% കൂടുതൽ, അപ്പോൾ 1,00,000 കൂടി മറ്റൊരു 1,00,000, ഇങ്ങനെ ഒരു ആർ ഭൂമിക്ക് മൊത്തം 2,00,000 രൂപ. ഇതാണ് ഔട്ടർ റിംഗ് റോഡിന് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഭൂമിക്ക് മാത്രം കുറഞ്ഞത് കണക്കാക്കുന്ന തുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ആർ എന്നത് 2.5 സെന്റിനോട് സമാനമായ ഭൂമിയാണെന്ന് ഓർക്കണം. അതിനാൽ 1 സെന്റിന് എത്ര രൂപ കിട്ടും എന്ന് കണക്കാക്കുമ്പോൾ ഇത് മനസ്സിലാക്കി വേണം ചിന്തിക്കാൻ. ഇതിനു പുറമെ ചില സ്ഥലങ്ങളിൽ നെഗോഷിയേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അധിക തുക അഥവാ എക്സ് ഗ്രേഷ്യ നൽകിയിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഔട്ടർ റിംഗ് റോഡിന് പൈസ കൂടുതലാണ് എന്ന്. പക്ഷേ ഇത് എല്ലാം നിയമപരമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഭൂമിയുടെ വില മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. വീട് ഉണ്ടെങ്കിൽ വീടിന്റെ വില എങ്ങനെ കണക്കാക്കുന്നു? മരങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ വിലമതിക്കുന്നു? കൃഷി നഷ്ടം, വ്യാപാര നഷ്ടം, പുനരധിവാസ സഹായങ്ങൾ, ഇതെല്ലാം വളരെ വിശദമായ വിഷയങ്ങളാണ്. അവയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് വ്യക്തമായി ചർച്ച ചെയ്യാം. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. തുടർന്നുള്ള ഇത്തരം അറിയിപ്പുകളും വിശദീകരണങ്ങളും കാണാൻ വീഡിയോകൾ തുടർച്ചയായി കാണുക. ഭാരത പബ്ലിക് മീഡിയ നിങ്ങളുടെ സാമ്പത്തിക ബോധത്തിനായി. ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ ബെൽ ഐക്കൺ അമർത്തി അറിയിപ്പുകൾ ലഭിക്കൂ.